മക്കളെ നന്നായി ഭൗതികമൊക്കെ പഠിപ്പിക്കണം. പക്ഷേ ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ നോക്കിയാല് ആഖിറും ഉണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവില്ല. നേരെ മറിച്ച് ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങാൻ നോക്കിയാൽ അള്ളാഹ് ആഖിറും തരും, ദുനിയാവും തരും. നമ്മളെ ദീപിലുള്ള മക്കൾ എത്ര ആൾ നമ്മുടെ മരിച്ചതിന് ശേഷം ഖബറിന്റെ അവിടെ വന്നിട്ട് ഡെയിലി യാസീൻ ഓതും? വേണ്ട, ആഴ്ചയിൽ വേണ്ട, മാസത്തിൽ, കൊല്ലത്തിൽ വരാൻ സാധ്യത ഉണ്ടോ? ഇല്ലെങ്കിൽ ആചാര്യ 65 കൊല്ലം നഷ്ടല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്? എന്താ അന്ന് മഹ്ളറിന്റെ വാർഷികത്തിന് ഇല്ലാത്തപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത്? സ്വന്തം മക്കളെ പോറ്റണ്ടേ. നബിദിന്റെ പരിപാടിക്ക് കാണാത്തപ്പോ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? നമ്മ ഏതായാലും പഠിച്ചിട്ടില്ല, മക്കളെങ്കിലും പഠിക്കണ്ടേ. അടുത്ത ആണ്ട് പതിനീങ്ങൾ ആണ്ട് പരിപാടിക്ക് ഇല്ലാത്തപ്പോ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അവനേത് ഒരു പുതിയ കോഴ്സിൽ ചേർന്നിട്ട് ബീഫാമോ കോയിഫാമോ എന്തോന്ന് ഫാമാണോ എന്താ അറിയില്ല, അല്ലേ? ഫീസ് എടുക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എവിടെ എത്തിയത് ഈ ഫാമൊക്കെ? നിസ്കാരത്തിന് ശേഷം മഗ്‌രിബിന്റെ മുമ്പായിട്ട് ആരെങ്കിലും 1000 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്തുദ്ദേശമാണോ അവനുള്ളത്, എന്തുദ്ദേശം വെച്ചാണോ അവൻ ആ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയത്, അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവന്റെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും.